സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ റോഡ് ഉപരോധിച്ചിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി. അപ്പോഴാണ് പ്രവർത്തകർ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് മാർച്ചിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകാൻ ഇടയായ സംഘർഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉണ്ടായത്. ഇപ്പോഴും പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നിങ്ങളല്ലേ കൂടുതൽ നിങ്ങൾ കാക്കിയിട്ടവർ എണ്ണം കൂടുതലാണ്. അവരെ കാണുമല്ലോ അവര് പിടിക്കാൻ അങ്ങോട്ട് ആദ്യമോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കഴുത്തിൽ അവനെവിടെ വരാൻ പറ. അവനെന്ന് പിണറായി വിജയന്റെ തൃപ്തി വേണ്ടേ? അവൻ പുറത്തിറങ്ങട്ടെ. അവന് പിണറായി വിജയന്റെ തൃപ്തിപ്പെടുത്തല്ലേ? അവനിങ്ങനെ ഒളിച്ചിരിക്കണേ. വരാൻ പറ അവനോട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പ്രതിഷേധം മാറിയിരിക്കുന്നു. കന്റോൺമെന്റ് സിഎക്കെതിരെയാണ് പ്രവർത്തകർ വലിയ വെല്ലുവിളി നടത്തുന്നത്. പോലീസിനോട് സിഎ ഇറക്കിവിടാനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. എന്താണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നലെ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന്, ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനായി നടത്തിയ ശ്രമത്തിനിടയിൽ കന്റോൺമെന്റ് സിഐ ഷാഫിയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായി എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ കന്റോൺമെന്റ് സിഐ വലിക്കുകയും വാഹനത്തിനുള്ളിലേക്ക് ബലമായി തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി, കൂടുതൽ നേതാക്കൾ സ്ഥലത്തെത്തി പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയ കന്റോൺമെന്റ് സിഐക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ
പ്രവർത്തകരെയും അവിടെ നിന്ന് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. MG റോഡ് ഉപരോധിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധം, അവിടെ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കാൻ നടത്തിയ ശ്രമമാണ് വീണ്ടും പ്രതിഷേധക്കാരെ പ്രകോപിതരാക്കിയത്. അതിനുശേഷമാണ് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതൊഴികെ മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. പ്രവർത്തകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിനോടനുബന്ധിച്ച് സജ്ജമാക്കിയത് എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ വീണ്ടും റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം നീങ്ങുന്ന സാഹചര്യമായിരിക്കും വീണ്ടും ഉണ്ടാകാൻ പോവുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും സംഘടിച്ചെത്തുന്ന പ്രവർത്തകർ MG റോഡിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധന്യ. നന്ദി ഡാൻ. മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷത്തിലേക്ക് കടന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റമുണ്ടായി. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ കന്റോൺമെന്റ് CA കയറി പിടിച്ചു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പ്രവർത്തകർ സംസാരിക്കുകയുണ്ടായിരുന്നു. CA ഇറക്കിവിടാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കം ഉണ്ടായി. ഇപ്പോൾ MG റോഡ് ഉപരോധിക്കുന്നതിലേക്ക് പ്രവർത്തകർ വീണ്ടും കടക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കും.